വിശ്വസ്തയുടെ 30 വർഷത്തെ പാരമ്പര്യവുമായി അക്വില ഫിനാൻസ്. സാമ്പത്തിക കാര്യങ്ങളോർത്തിനി ടെൻഷനേ വേണ്ട. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അക്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം. ഫോക്ലാൻഡ് ടവർ നിയർ അയ്യന്തൂർ ഗ്രൗണ്ട്, തൃശൂർ. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ് സിൻസ് 1995. ഷൊർണൂർ നഗരസഭയുടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പേ പാർക്കിംഗ് കേന്ദ്രമാകുന്നു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് സ്റ്റാൻഡ് നവീകരിച്ചെങ്കിലും ബസ്സുകൾ കയറാത്തത് നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് മറികടക്കാൻ കൂടിയാണ് ബസ് സ്റ്റാൻഡ് പേ പാർക്കിംഗ് കേന്ദ്രമാക്കാനുള്ള തീരുമാനം എടുത്തത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ രാവിലെ നിർത്തിയിടുന്ന പല വാഹനങ്ങളും രാത്രി വന്നാണ് ഉടമസ്ഥർ എടുക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ്. ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറിന് 20 രൂപയും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് 100 രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുക. പണം പിരിക്കുന്നതിന് 2 ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ കയറുന്നതിന് നടപടിയെടുക്കുമെന്ന് ആദ്യം നഗരസഭ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. കഴിഞ്ഞ ദിവസം മുതൽ പാർക്കിങ്ങിന് പണം വാങ്ങാൻ തുടങ്ങിയെന്നും അല്ലാത്ത വാഹനങ്ങളെ നിർത്തിയിടാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. എന്നാൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ താഴത്തെ കെട്ടിടം പാർക്കിങ്ങിനായി തുറന്നുകൊടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ലെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നും BJP കൗൺസിലർ പ്രസാദ് പറഞ്ഞു. പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് സർവീസ് ഓറിയന്റഡ് ആയിട്ടൊരു സ്ഥാപനമായതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് ഇവിടെ പാർക്കിംഗ് നിർത്തേണ്ടത്, വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സ്ഥാപനത്തിലെ ആളുകളുടെ വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഞങ്ങളിപ്പോൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു, അതുപോലെ ബന്ധപ്പെട്ട സമയത്ത് സെക്രട്ടറി പറയുന്നത് കൗൺസിൽ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. ഞാൻ ഉൾപ്പെടെ കൗൺസിൽ അംഗമായിട്ടുള്ള കൗൺസിൽ നടന്ന യോഗത്തിൽ അന്നെടുത്ത തീരുമാനം, കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അത് കാലത്ത് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിർത്തിപ്പോകുന്ന വാഹനങ്ങൾക്ക് ഫൈൻ എന്ന രൂപേണ ഒരു ടാക്സ് പിരിക്കണം എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ കൗൺസിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ആ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇവിടെ നഗരസഭ ചെയർമാൻ്റെ ആണെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ടാക്സ്, അതായത് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ടാക്സ് പിരിക്കാനുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല?